പഠനത്തിൽ മിടുക്കരായ കുട്ടികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം പഠനത്തിൽ തടസ്സം വരാതിരിക്കുവാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങളാണ് സ്കോളർഷിപ്പുകൾ. ഈ സ്കോളർഷിപ്പുകളെ കുറിച്ച് കൃത്യസമയത്ത് അറിയാത്തത് മൂലവും അപേക്ഷ അയക്കാത്തത് മൂലവും ഒരുപാട് കുട്ടികൾക്ക് ഈ സാമ്പത്തിക സഹായം ലഭിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപേക്ഷിക്കേണ്ട സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്നാണ്. അതിന്റെ അവസാന തീയതി, ആവശ്യമായ രേഖകൾ തുടങ്ങിയവയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ ആദ്യം പറയുന്നത് കേരള സർക്കാരിന്റെ ഗ്രാന്റ് പ്രീ മെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം? SC, ST, OEC, OBC തുടങ്ങിയ വിഭാഗത്തിലെ കുട്ടികൾക്കാണ് ഇത് ലഭിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് ലഭിക്കും. എന്നാൽ OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത് ലഭിക്കുന്നത്. ഇത് ഗ്രാന്റ് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളോ ജനസേവന കേന്ദ്രങ്ങളോ ആശ്രയിക്കാറില്ല. ഇതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളും കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത പാസ്ബുക്കിന്റെ കോപ്പിയും സ്കൂളിൽ ഇതിനായി നിയോഗിക്കപ്പെട്ട അധികൃതരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് 15. ഇനിയും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അത് അപേക്ഷിക്കേണ്ടതാണ്. ഇതിനാവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന പാസ്ബുക്ക്, റേഷൻ കാർഡിന്റെ കോപ്പി എന്നിവയാണ്. അതുപോലെ തന്നെ ഗ്രാന്റ് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന SC, ST, OEC വിഭാഗങ്ങൾക്ക് വരുമാന പരിധി ഇല്ല. എന്നാൽ OBC വിഭാഗങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം എന്നത് 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. രണ്ടാമതായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ഒരു നിയമം വന്നിട്ടുണ്ട്. ഇതിൽ 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് ഈ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇനി മുതൽ ലഭിക്കത്തില്ല. അത് 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ലഭ്യമാകുന്നത്. കാരണം 1 മുതൽ 8 വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഇതിന് പകരമായിട്ട് കേരള സർക്കാർ മാർഗദീപം സ്കോളർഷിപ്പ് എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൂടി അറിയിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31 ആണ്. ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന പാസ്ബുക്ക്, അത് മുൻ വർഷത്തെ മാർക്ക് ലിസ്റ്റ്. മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയിൽ കുട്ടികൾക്ക് 50% മാർക്ക് ലഭിച്ചിരിക്കണം. കുടുംബ വാർഷിക വരുമാനം എന്നത് 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷിക്കേണ്ടത് ആവശ്യമായ രേഖകളടക്കം കുട്ടികളുടെ മുൻ വർഷത്തെ മാർക്ക് ഷീറ്റ് അടക്കം അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവന കേന്ദ്രങ്ങളിലോ അപേക്ഷിച്ചതിന് ശേഷം അതിന്റെ പകർപ്പും ആവശ്യമായ ബാക്കി എല്ലാ രേഖകളും സ്കൂളുകളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത്. മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളവർക്ക് റിന്യൂവൽ ചെയ്തെടുക്കാൻ കൂടിയുള്ള സമയമാണ് ഇത് എന്ന് ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ കൂടി അർഹരാണ്. 10% ഭിന്നശേഷി ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കുടുംബ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നതുകൂടി ഓർമ്മിക്കുക. ഈ മാസം അപേക്ഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് NMMS സ്കോളർഷിപ്പ്. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ സ്കോളർഷിപ്പ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിൽ 8ാം ക്ലാസ്സിൽ വെച്ച് 7ാം ക്ലാസ്സിൽ വാർഷിക പരീക്ഷയ്ക്ക് 55% മാർക്കുള്ള ഒരു കുട്ടിക്ക് 8ാം ക്ലാസ്സിൽ വെച്ച് NMMS പോർട്ടൽ വഴി ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട സമയം സാധാരണയായി ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. പരീക്ഷ നടക്കുന്നത് ജനുവരി മാസത്തിലുമാണ്. 2 ഘട്ടങ്ങളിലായി കുട്ടികളുടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, സ്കോളർ എബിലിറ്റി ടെസ്റ്റ് എന്നീ പരീക്ഷകൾക്ക് വിജയിച്ച കുട്ടികൾക്ക് അപേക്ഷിക്കുവാനുള്ള സമയമാണിത്. 10ാം ക്ലാസ്സിലുമാണ് കുട്ടികൾക്ക് ഈ മെറിറ്റ് സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത്. 9ലും 10ലും ഇത് ലഭിച്ച കുട്ടികൾക്ക് റിന്യൂവൽ വഴി 11, 12 ക്ലാസ്സുകളിലേക്കും ഇത് നേടിയെടുക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന നിബന്ധന എന്ന് പറയുന്നത് ഇതിനപേക്ഷിക്കുന്ന കുട്ടികളുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്നത് 3.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം കൂടി സാധ്യമാകുന്നതായിരിക്കും. അപ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായ സമയത്തിനുള്ളിൽ ആവശ്യമായ എല്ലാ രേഖകളോടും കൂടി തന്നെ അപേക്ഷകൾ അർപ്പിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം തടസ്സപ്പെടാതിരിക്കട്ടെ. താങ്ക് യു.